മലയാളം ബിഗ് ബോസുകളുടെ ചരിത്രത്തിൽ നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു സീസണും ഇങ്ങനത്തെ ഒരു കണ്ടസ്റ്റൻസിനെ നമ്മൾ കണ്ടിട്ടില്ല. എത്ര സീസണുകൾ വന്നാലും എത്ര വലിയ അടികൾ ഉണ്ടായിക്കഴിഞ്ഞാലും ടാസ്കുകളുടെ കാര്യത്തിൽ എല്ലാ സീസൺ 6 വരെയുള്ള സീസണിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സീസണിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല. അനീഷിനെ പരസ്പരം ഒറ്റപ്പെടുത്തി. അനീഷ് ആ ടാസ്ക് തുടങ്ങിയത് മുതൽ റാങ്കിങ് ടാസ്ക് ആയിരുന്നു ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 1 മുതൽ 19 വരെ സ്ഥാനം ലഭിക്കുക എന്നതാണ്. ഓരോ വ്യക്തിക്കും എന്തുകൊണ്ട് ആ സ്ഥാനം ലഭിക്കുന്നു എന്ന് കറക്റ്റ് വ്യക്തമായ കാരണവും പറയണം. ആ സ്ഥാനത്തിനനുസരിച്ച് ഇരിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ളവർക്കാണ് പണിപ്പുര ടാസ്കിലേക്ക് പ്രവേശനം ലഭിക്കുക. എല്ലാവർക്കും ലഭിക്കും. പക്ഷേ 20 മിനിറ്റ് ഫസ്റ്റ് കിട്ടുന്ന ആൾക്ക്, സെക്കൻഡ് കിട്ടുന്ന ആൾക്ക് 10 മിനിറ്റ്, അങ്ങനെ 10 മിനിറ്റ് എല്ലാവർക്കും കിട്ടുന്നതാണ്. അങ്ങനെ ആ ടാസ്ക് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട്, അനീഷ് 1-ാം സ്ഥാനം വേണമെന്ന്. ആ ടാസ്ക് തുടങ്ങിയത് മുതൽ അവസാനം വരെ ഒറ്റ ശ്വാസത്തിൽ ഞാനാണ് അർഹൻ എന്ന് പറയുന്നുണ്ട്. ഏകകണ്ഠമായി തന്നെ അതിൽ തീരുമാനമെടുക്കണമെന്ന് ബിഗ് ബോസ് പറയുകയും ചെയ്തു. 1 മണിക്കൂർ സമയം അനുവദിക്കുകയും ചെയ്തു. അതിൽ നമ്മുടെ അനീഷ് ഒട്ടും മറ്റുള്ളവരുമായി യോജിക്കാത്തത് കൊണ്ട് തന്നെ ഷാനവാസ് പറഞ്ഞു, എന്നാൽ അനീഷ് 1-ാം സ്ഥാനം എടുത്തോട്ടെ, ബാക്കിയുള്ളവർക്ക് നമുക്കുള്ള സമയം കൊണ്ട് നമുക്ക് വേഗം പോയി ടാസ്ക് കംപ്ലീറ്റ് ആക്കി നമുക്ക് പോയി പണിപ്പുരയിൽ പോയി സാധനങ്ങൾ എടുത്തിട്ട് വരാമെന്ന്. എല്ലാവർക്കും ആവശ്യമായ ഡ്രസ്സുകളെല്ലാം എല്ലാവർക്കും പണിപ്പുരയിൽ പോകാനുള്ള ഒരു ചാൻസ് ആയിരുന്നു ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഓരോരുത്തരുടെ അഹങ്കാരവും അതേപോലെ തന്നെ ഒരു ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കാത്തത് കൊണ്ട് തന്നെ ആ ടാസ്ക് അവിടെ അവസാനിച്ചു. ഇത്രയ്ക്കും മണ്ടന്മാരുള്ളൊരു സീസൺ നമ്മൾ വേറെ കണ്ടിട്ടില്ല.